ഹരിത സുന്ദര സന്നിധി തിരുനാഥനെന്റെ പ്രണാമം. അരുണശോഭിതവാനിടെ അധിനാഥനെന്റെ പ്രണാമം. ഹരിത സുന്ദര സന്നിധി തിരുനാഥനെന്റെ പ്രണാമം. അരുണശോഭിതവാനിടെ അധിനാഥനെന്റെ പ്രണാമം. പുലരിയുണരും യാമം മമനാഥനെന്റെ പ്രണാമം. ഹരിത സുന്ദര സന്നിധി തിരുനാഥനെന്റെ പ്രണാമം. അരുണശോഭിതവാനിടെ അധിനാഥനെന്റെ പ്രണാമം. ഈ ഹരിതഭൂമി നമുക്കായി ഒരുക്കുകയും അത് കൺകുളിർക്കെ കാണാൻ അവസരം നൽകുകയും ചെയ്ത നല്ല ദൈവത്തിന് എൻ്റെ പ്രണാമം. ഏതെങ്കിലും കാരണത്താൽ കാഴ്ച നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കാഴ്ച ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നവർ കൂടി ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് എല്ലാം കാണാൻ സാധിക്കുന്നു, അല്ലേ? എന്താണ് അന്ധത? കാഴ്ചയുടെ കുറവിനെയാണ് അന്ധത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് വളരെ നേരിയ തോതിലുള്ളത് മുതൽ പൂർണ്ണമായ അന്ധത വരെയുള്ള പല രീതിയിലുള്ള അന്ധതയാകാം. അന്ധത പല കാരണങ്ങൾ കൊണ്ടും ഒരു മനുഷ്യന് അന്ധത ഉണ്ടാകാം. അത് ഒരു കണ്ണിൽ മാത്രം അന്ധതയാകാം, രണ്ട് കണ്ണിലുള്ള അന്ധതയാകാം. അതിനുള്ള ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അന്ധതയ്ക്കുള്ള കാരണം തിമിരമാണ്. പ്രായമുള്ളവരിൽ ഉണ്ടാകുന്ന തിമിരമാണ്, അഥവാ കാറ്ററാക്ട്. ഈ കാറ്ററാക്ട് എന്ന് പറയുന്ന അന്ധതയ്ക്കുള്ള കാരണം തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജി അനുസരിച്ച് നമ്മൾ ആ തിമിരം ബാധിച്ച ലെൻസിനെ മാറ്റി ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കും. ഇതുകൂടാതെ അന്ധതയ്ക്കുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ മുതലായിട്ടുള്ള ശാരീരിക രോഗാവസ്ഥകളാണ്. ഇതൊക്കെ തന്നെ കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ചക്കുറവുണ്ടാകാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാഴ്ചക്കുറവിനുള്ള കാരണം കോർണിയൽ ബ്ലൈൻഡ്നെസ് അഥവാ കണ്ണിൻ്റെ നേത്രപടലത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന അന്ധതയാണ്. നമുക്കറിയാവുന്നതുപോലെ കണ്ണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും മുൻപിൽ ഫ്രണ്ട് സർഫസിൽ വരുന്നതാണ് കോർണിയ അഥവാ നേത്രപടലം. നമ്മൾ സാധാരണ ഭാഷയിൽ കൃഷ്ണമണി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയാറുണ്ട്. കൃഷ്ണമണിയുടെ അമൂല്യത കാണിക്കുന്നതാണ് ആ ഒരു പ്രയോഗം. അപ്പോൾ ഈ കൃഷ്ണമണിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ നേത്രപടലത്തിലുണ്ടാകുന്ന ന്യൂനതകൾ കാരണമുണ്ടാകുന്ന അന്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇതുകൂടാതെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഓപ്റ്റിക് നെർവ് സംബന്ധമായിട്ടുള്ള അല്ല തലച്ചോറ് സംബന്ധമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ടും അന്ധതയുണ്ടാകാം. ഇതൊരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ മോഡലാണ്. കണ്ണിൻ്റെ വിവിധ ഭാഗങ്ങൾ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്ന ഒരു മോഡലാണിത്. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കിത് കണ്ടാലറിയാം. ഇത് കണ്ണിൻ്റെ ചുറ്റുമുള്ള മസിൽസാണ്. 6 മസിൽസ് ഓരോ കണ്ണിൻ്റെ ചുറ്റുമുണ്ട്. ഇത് മുകളിലായിട്ട് കാണുന്ന ഈ ഭാഗം ഇത് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയാണ് കണ്ണുനീർ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ണിൻ്റെ കൃഷ്ണമണിയെ നനച്ചുകൊണ്ട് ഓരോ നിമിഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യമായ ഈ ലെയറിനാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് പരിച്ഛേദനം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നിലുള്ള ഈ ഭാഗം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഭാഗമാണ് കോർണിയ അഥവാ നേത്രപടലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് ആണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലെൻസിനാണ് തിമിരം ബാധിക്കുന്നത്. പ്രായമായുള്ള വ്യക്തികൾക്ക് ബാധിക്കുന്ന ഒരു കാഴ്ചക്കുറവിനുള്ള പ്രധാനമായ ഒരു കാരണമാണ് തിമിരം. തിമിരം വേറെ ഒന്നുമല്ല,
കണ്ണിലെ സുതാര്യമായ ലെൻസ് അതാര്യമാവുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസ് ഒപ്പേക്ക് ആവുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് തിമിരം. തിമിരത്തിന് നമുക്ക് വളരെ വിദഗ്ധമായ ചികിത്സ ഇപ്പോൾ ലഭ്യമാണ്. തിമിരമുള്ള ലെൻസ് മാറ്റി ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതോടുകൂടി തിമിരം മൂലമുള്ള കാഴ്ചക്കുറവ് വളരെയധികം മെച്ചപ്പെടും. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഭാഗമാണ് റെറ്റിന എന്ന് പറയും. കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പാണ്. ഇവിടെ പല വിധത്തിലുള്ള രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകളെ പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ മുതലായ അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ കാഴ്ചക്കുറവ് ബാധിക്കാം. ഇത് കണ്ണിൻ്റെ ഉള്ളിലുള്ള വിട്രിയസ് എന്ന് പറയുന്ന ഒരു ജെല്ലിയാണ്. ഈ ജെല്ലിയിലും ഈ ഞരമ്പ് നേത്രാന്തര പടലം അഥവാ റെറ്റിന എന്ന് പറയുന്ന ഈ ലെയറിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഈ ജെല്ലിയിലേക്ക് പടർന്ന് കാഴ്ചക്കുറവ് സംഭവിക്കാം. ഇതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഭാഗമാണ് ഒപ്റ്റിക് നെർവ്. കണ്ണിൻ്റെ ഉള്ളിൽ വീഴുന്ന ഇമേജസ് ബ്രെയിനിലേക്ക് സംഭവിക്കുന്ന ഒപ്റ്റിക് നെർവ് ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ അപൂർവമായ ചില രോഗങ്ങളിൽ ഈ ഒപ്റ്റിക് നെർവിനും ക്ഷീണമുണ്ടായി കാഴ്ചക്കുറവ് സംഭവിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അന്ധതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അന്ധനെ സുഖപ്പെടുത്തുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാലാണ്. മാനവകുലത്തിന്റെ രക്ഷയെ കരുതി സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ച ആ നല്ല ദൈവം ആഗ്രഹിച്ച രക്ഷ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും എവിടെയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഫലമണിയുന്നതിന് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ഒരു ചോദ്യം നാം പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ പിന്നീട് ജീവിത തിരക്കിനിടയിലേക്ക് നാം അറിയാതെ കൂപ്പുകുത്തുന്നു. സ്വന്തം ജീവിത പ്രാരാബ്ധങ്ങളിലും ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ചോദിച്ച് വ്യത്യസ്തമായ വഴിയിലൂടെ അന്ധരായവർക്ക് കാഴ്ചയുടെ പുതിയൊരു ലോകം തുറന്നു കൊടുക്കുകയാണ് തൃശ്ശൂർ കണ്ടശാങ്കടവിൽ PJ ബെന്നി. ബെന്നിയെ, ഇന്നലെ ആക്സിഡന്റ് ആയ ചെക്കൻ മരിച്ചുട്ടാ. ഇതാണ് ബെന്നി. ഈ പ്രദേശത്ത് ആര് മരിച്ചു എന്ന് കേട്ടാലും ആദ്യം അവിടെ എത്തുന്നത് ബെന്നി ആയിരിക്കും. ബെന്നി മരിച്ച വീട്ടിൽ ആദ്യം എത്തുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആൾ മരിച്ചിട്ടും മരിക്കാതിരിക്കുന്ന കണ്ണ് മരിച്ചയാളുടെ ബന്ധുക്കളെ കൊണ്ട് ദാനം ചെയ്യിക്കുക. 1999 തുടങ്ങിയ ഈ പ്രവൃത്തി ബെന്നി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ബെന്നി ചേട്ടാ, ആളുകളെ കൊണ്ട് കണ്ണുകൾ ദാനം ചെയ്യിക്കുന്ന ദൗത്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. 1948 മദർ തെരേസ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം കൽക്കട്ട മെഡിക്കൽ കോളേജിന് തൊട്ടുള്ള നടപ്പാതയിലൂടെ മദർ തെരേസ നടക്കുകയായിരുന്നു. നടക്കുന്ന സമയത്ത് സമീപത്തുള്ള ഒരു ഓടയിൽ ആരോ കിടക്കുന്നത് മദർ തെരേസയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മദർ തെരേസ വേഗം അവിടെ ചെന്ന് ഓടയിൽ നോക്കിയപ്പോൾ മഴയത്ത് നനഞ്ഞ് വിറങ്ങലിച്ച് ഒരു സ്ത്രീ കിടക്കുന്നു. മദർ തെരേസ ഒന്നുകൂടി ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി. അവരുടെ കാൽ വിരലുകളിലെ മാംസം എലികൾ കാർന്നു തിന്നിരുന്നു. മദർ തെരേസ വേഗം ആ ഓടയിൽ ഇറങ്ങി അവരെ എടുത്ത് മുകളിലേക്ക് ഉയർത്തി കിടത്തി. അതുവഴി വന്ന റിക്ഷാ വണ്ടിക്കാർക്ക് കൈ കാണിച്ചു. ഓട്ടോറിക്ഷകളല്ല, 1948 റിക്ഷാ വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരാരും തന്നെ ഈ ഓടയിൽ നിന്നും എടുത്ത ആ സ്ത്രീയെ അവരുടെ വണ്ടിയിൽ കയറ്റാൻ കൂട്ടാക്കിയില്ല. മദർ തെരേസ ആ സ്ത്രീയെ എടുത്ത് തൻ്റെ ചുമലിലിട്ട് സമീപത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് നടന്നു. അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഓഫീസർ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉള്ള രോഗികൾക്ക് തന്നെ കിടക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവരെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കുക എന്ന് പറഞ്ഞ് മദർ തെരേസയെ സഹകരിക്കാൻ തുടങ്ങി. മദർ തെരേസ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ആ സ്ത്രീയെ കിടത്തി. അവിടെ നിന്ന് ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആ സ്ത്രീയെ നന്നായി കഴുകി തുടച്ചു.
ഇനി എന്ത് ചെയ്യണം ആലോചിച്ച് മദർ തെരേസ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ മടിയിൽ തല വെച്ച് ആ സ്ത്രീ മരിച്ചു. പിറ്റേ ദിവസം മുതൽ മദർ തെരേസ കൽക്കട്ട മുനിസിപ്പൽ ഓഫീസിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ പാവപ്പെട്ടവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടന്നു തുടങ്ങി. അങ്ങനെയാണ് മദർ തെരേസ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇതുപോലെ മദർ തെരേസ അന്ന് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൊരു പുസ്തകം മദർ തെരേസ കനുവിൻ്റെ മാലാഖ എന്ന പുസ്തകം ഞാൻ 1998 വായിക്കുകയുണ്ടായി. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണം, മദർ തെരേസയുടെ പോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല, എങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് പത്രത്തിൽ ഒരു നേത്രദാന സമിതി തൃശ്ശൂർ പാലയൂരടുത്ത് പാലുവ എന്ന സ്ഥലത്ത് തുടങ്ങുന്നത് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പോൾ ഞാൻ വെറുതെ അവരെങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് അറിയാനായിട്ട് ആ പരിപാടിയിൽ ഞാൻ ഒരു കാഴ്ചക്കാരനായിട്ട് പങ്കെടുത്തു. അതുപോലെ 2-3 സ്ഥലങ്ങളിൽ ഇങ്ങനെ നേത്രദാന സമിതി തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ പരിപാടികളിൽ പങ്കെടുത്തു. അങ്ങനെ 1999 ഞാൻ കണ്ടശാണവിൽ ഒരു നേത്രദാന സമിതിക്ക് രൂപം നൽകി. എത്ര നാളായി ബെന്നിച്ചേട്ടൻ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്? 1999 ഏപ്രിൽ 15 ആദ്യമായി 2 കണ്ണുകൾ ദാനം ചെയ്തു. വടക്കേക്കാരമുക്കിലെ നീലങ്കാവിൽ ചാലോളി ജോസ് ഭാര്യ മേരി അവർ മരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവർ വീട്ടിൽ നിന്ന് ചോദിച്ചു. അവരുടെ മകൻ കണ്ണുകൾ എടുക്കുന്നതിന് സമ്മതിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രദേശത്തു നിന്നും 2 കണ്ണുകൾ ദാനം ചെയ്തു. കണ്ടശാണവ്, വടക്കേക്കാരമുക്ക്, വിളക്കുംകാല്, പടിയം, താനാപ്പാടം, മനക്കൊടി, മാമ്പുള്ളി, മണലൂർ, എറവ്, തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം കണ്ണുകൾ ദാനം ചെയ്യിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു വീട്ടിൽ ചെന്ന് മരണ വീട്ടിൽ ചെന്ന് കണ്ണ് ദാനം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ ഇത് മരണവിവരം അറിഞ്ഞിട്ട് ഒരു വീട്ടിൽ കണ്ടശാണവിൽ നിൽക്കുന്ന സമയത്ത് കണ്ടശാണവ് പള്ളിയിൽ നിന്നും പൊൻകുരിശ് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നത് കണ്ടു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു മരണം നടന്നിട്ടുണ്ട്, അവിടേക്കാണ് കൊണ്ടുപോകാൻ. ഞാൻ മരിച്ച ആളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഓടി വന്ന് കണ്ണ് ചോദിച്ചാൽ ശരിയാവും, അതിന് നേത്രദാന സമ്മതപത്രം ഒപ്പിട്ട് തരണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞു അവരുടെ മകൻ കോയമ്പത്തൂരാണ്, ആ മകൻ വന്നിട്ട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ച് 6 മണിക്കൂറിനുള്ളിൽ കണ്ണെടുക്കണം. അപ്പോൾ കോയമ്പത്തൂരുള്ള മകൻ വീട്ടിൽ വന്നിട്ട് കണ്ണെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അതുപോലെ വേറൊരു സ്ഥലത്ത് ഇതുപോലെ മരണവരെ അറിഞ്ഞിട്ട് ഞാൻ ചെന്നു. അതുപോലെ തന്നെ ഞാൻ കടയിൽ നിന്ന് തുണി തുന്നുന്ന സമയത്ത് ഒരു ആംബുലൻസ് പോകണുണ്ട്. ഞാൻ പിന്നാലെ സൈക്കിളുമേ ആംബുലൻസിൻ്റെ പിന്നാലെ ചെന്നു. അങ്ങനെ ഒരു 2-3 കിലോമീറ്റർ ചെന്നപ്പോൾ ആംബുലൻസ് കിടക്കണതുകൊണ്ട് ഞാൻ മരിച്ച വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് 3 ദിവസമായി അദ്ദേഹം മരിച്ചിട്ട്. വേഗം ഞാൻ എൻ്റെ കടയിലേക്ക് മടങ്ങിപ്പോന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 14 വർഷത്തിനിടയ്ക്ക് എത്ര ആളുകളെ കൊണ്ട് കണ്ണ് ദാനം ചെയ്യിക്കാൻ പിന്നീടിന് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ഇതുവരെ 76 പേരുടെ 152 കണ്ണുകൾ ദാനം ചെയ്തു. 2009 എൻ്റെ അമ്മ മരിച്ചു. ഞാൻ ഈ പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ അമ്മ എന്നോട് പറയും, അമ്മയ്ക്ക് ഞാൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണ്, എങ്കിലും എന്നോട് പറയും നിനക്ക് 2 പെൺമക്കളാണ്, നീ അത് ഓർത്തോളോ. അതുപോലെ തന്നെ ഇതിന് ഞാൻ പോകുമ്പോൾ എൻ്റെ കട അടച്ചിട്ടിട്ടാണ് പോകുക. അതുപോലെ തന്നെ ഇതിന് കുറച്ച് ചിലവുകളൊക്കെ വരുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും നീ ചെയ്യണതൊക്കെ നല്ല കാര്യമാണ്, നിനക്ക് 2 പെൺമക്കളാണെന്നുള്ളത് നീ ഓർത്തോളോ. എന്നിട്ട് അമ്മ എന്നോട് പറയും മോനെ ഞാൻ മരിച്ച എൻ്റെ കണ്ണുകളും നീ ദാനം ചെയ്യിക്കണം. അങ്ങനെ 2009 ഫെബ്രുവരി 2 എൻ്റെ അമ്മ മരിച്ചു. ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞ് അമ്മയുടെ കണ്ണുകൾ ദാനം ചെയ്യിച്ചു. അതുപോലെ തന്നെ കണ്ടശാണവ് നേത്രദാന സമിതി ഇതുവരെ 3 ദമ്പതികളുടെ കണ്ണുകൾ ദാനം ചെയ്തിട്ടുണ്ട്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. അതുപോലെ തന്നെ അമ്മായിയമ്മ 2000 അമ്മായിയമ്മ മരിച്ചു. 2013 മരുമകൾ മരിച്ചു, മരുമകളുടെ കണ്ണുകളും ദാനം ചെയ്തു. അതുപോലെ തന്നെ മണലൂർ ഒരാളുടെ കണ്ണ് എടുക്കാൻ വേണ്ടി തൃശ്ശൂർ ജൂബിലി ഐ ബാങ്കിൽ നിന്നും വാഹനം പുറപ്പെട്ടു. അത് കാത്ത് ഞാൻ വിളക്കുംകാലിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു മരണം നടന്നതറിഞ്ഞത്. ഉടനെ തന്നെ ഞാൻ ആ വീട് കണ്ടുപിടിച്ച് അവരുടെ കൂടി സമ്മതം വാങ്ങി. അങ്ങനെ ഒരാളുടെ കണ്ണുകൾ എടുക്കാൻ വന്ന ഈ ബാങ്ക് 2 പേരുടെ 4 കണ്ണുകളുമായിട്ടാണ് അന്ന് മടങ്ങിപ്പോയത്. ബെന്നിച്ചേട്ടൻ ഇടപെട്ട് ഏകദേശം 152ഓളം കണ്ണുകൾ ദാനം ചെയ്യിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ കണ്ണ് സ്വീകരിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ട് ബെന്നിച്ചേട്ടൻ മുൻപ് പരിചയമുണ്ടോ? അവരായിട്ട് തുടർന്ന് എന്തെങ്കിലും ബന്ധപ്പെടലോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഓരോരുത്തരുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതിനും 2, 3, 4 മണിക്കൂർ ഞാൻ എൻ്റെ തുന്നക്കട അടച്ചിട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ ഐ ബാങ്ക് വന്ന് അവർ പോകുന്നത് വരെ അവരുടെ കൂടെ ഉണ്ടാവണം.
അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ആർക്ക് വെച്ച് കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ വേണമെങ്കിൽ ബെന്നിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരാമെന്നൊക്കെ പറയും. എങ്കിലും അതിൻ്റെ കൂടെ ഞാൻ പിന്നെ പോകാറില്ല, സമയം കിട്ടാറുമില്ല, അതുകൊണ്ട് ഞാൻ പോകാറില്ല. നേത്രദാന ക്യാമ്പയിൻ്റെ ഭാഗമായി മരണശേഷം കണ്ണ് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനരഹിതമായ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ഭയമോ ഉണ്ട്. അതിൽ ഒന്ന്, കണ്ണെടുത്തു കഴിഞ്ഞാൽ മുഖം വികൃതമാകുക അല്ലെങ്കിൽ ആളുടെ ശരീരം വികൃതമാകുക എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് വളരെ അടിസ്ഥാനരഹിതമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോളകൾ അതേ രീതിയിൽ ഷേപ്പ് ചെയ്ത് നമ്മളത് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്തിട്ടാണ് ഇത് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ണ് അവിടുന്ന് എടുത്തിട്ടുള്ളത് യാതൊരു കാരണവശാലും അറിയാൻ സാധിക്കത്തില്ല. സാധാരണ രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ എൻ്റെ കണ്ണ് എങ്ങനെയിരിക്കുമോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും കണ്ണിൻ്റെ അവസ്ഥ. രണ്ടാമത്, പലവിധ വിശ്വാസങ്ങളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അവയവം ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവയവം ഇല്ലാതെ അവിടെ അങ്ങനത്തെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ ഇതെല്ലാം വളരെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വിശ്വാസം അനുസരിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ആ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി ഒട്ടും ആവശ്യമില്ല. നമ്മുടെ സഭ തന്നെ ഇപ്പം വളരെയധികം അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവയവദാനത്തെ ഏറ്റവും അധികം നമ്മുടെ സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉപയോഗരഹിതമായ ഈ അവയവങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ആത്മാവ് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഈ വേറൊരാൾക്ക് നമ്മുടെ ഈ ചീഞ്ഞളിഞ്ഞു പോകാൻ പോകുന്ന ഒരു അവയവം വേറൊരാൾക്ക് ഉപയോഗപ്രദമാകുന്നു. പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാര്യത്തിലാകുമ്പോൾ 2 പേർക്ക് നമുക്ക് കാഴ്ച കൊടുക്കാൻ സാധിക്കും. ഓരോ കണ്ണ് ഓരോ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 പേര് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളും ഈ ലോകത്തിൻ്റെ സുന്ദര കാഴ്ചകളും കാണുവാൻ സാധിക്കുന്നെങ്കിൽ അതിൽ പരം നല്ലൊരു ചെയ്തി നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ചെയ്യുവാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബെന്നിച്ചേട്ടൻ 4 കിലോമീറ്ററിനുള്ളിൽ എവിടെ മരണം നടന്നാലും അവിടെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഓടിയെത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ബെന്നിച്ചേട്ടന് സഹായിയായിട്ടുണ്ടോ? അതുപോലെ മരണ വീടുകളെ കുറിച്ച് വിവരം നൽകാനോ മറ്റെന്തിനെങ്കിലും ആയിട്ട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വീടുകളിൽ എത്തിച്ചേരാൻ പറ്റുന്നത്? കാര്യമായിട്ട് ആരും മരണവിവരം അറിയിക്കാറൊന്നുമില്ല. എങ്കിലും കണ്ണ് എടുക്കേണ്ടതാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ മരണവിവരം അറിയിക്കും. ഒരു ദൈവനിയോഗം പോലെ ചിലർ എൻ്റെ കടയിൽ വന്ന് പറയും, ഇന്ന ആൾ മരിച്ചു, അങ്ങനെ പറഞ്ഞ് അവർ പോവും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കടയിലിരുന്ന് തുണി തയ്ക്കുന്ന സമയത്ത് വല്ല ആംബുലൻസ് പോണ കാണും, അല്ലെങ്കിൽ മഞ്ച കൊണ്ടുപോകുന്നത് കാണും, സ്ത്രീകൾ കറുത്ത ബ്ലൗസ് ഇട്ട് പോകുന്നത് കാണും. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം മനസ്സിലാവും എവിടെയെങ്കിലും ഒരു മരണം നടന്നുണ്ട്. പിന്നെ ഞാൻ ഉടനെ തന്നെ കടയുടെ ഷട്ടർ അടച്ച് ഈ മരണ വീട് തേടിയുള്ള യാത്രയാണ്. അതുപോലെ തന്നെ ഞാൻ കടയിലിരുന്ന് തുണി തയ്ക്കുമ്പോൾ കടയിൽ എല്ലാ ദിവസവും കള്ളിമുണ്ടാണ് ഉടുക്കുന്നത്. ഏതെങ്കിലും മരണവിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മരിച്ച് 6 മണിക്കൂറിനുള്ളിൽ കണ്ണ് എടുക്കണം. പിന്നെ ആ സമയത്ത് അങ്ങോട്ട് പോയി അതിനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കടയിൽ വെച്ച് തന്നെ വെള്ളമുണ്ട് മാറും. എപ്പോഴും ഞാൻ കടയിൽ ഒരു വെള്ളമുണ്ട് കരുതും. അങ്ങനെ ആ വെള്ളമുണ്ട് കടയിൽ വെച്ച് തന്നെ മാറി എത്രയും പെട്ടെന്ന് ഞാൻ മരണ വീട് തേടിയുള്ള യാത്രയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ചില പ്രത്യേക കാറ്റഗറി ആൾക്കാരെ മാത്രം ഒഴിവാക്കാറുണ്ട്. പ്രത്യേകിച്ച് ചില വളരെ മാരകമായ ചില പകർച്ചവ്യാധികളുള്ള ചില മൂലം മരിക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ചിലതരം വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ, ഇവ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും തന്നെ കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും. ഇതിൽ ആ കൃഷ്ണമണിയുടെ അല്ലെങ്കിൽ നേത്രപടലത്തിൻ്റെ അല്ലെങ്കിൽ കോർണിയയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മൾ പല രീതിയിൽ ഈ കോർണിയ ഗ്രേഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ചെറുപ്പമാകും തോറും കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ക്വാളിറ്റി വളരെ നന്നായിരിക്കും.
കാരണം ഇതിൻ്റെ എൻഡോത്തീലിയൽ സെൽ കൗണ്ട് എന്ന് പറയും. നേത്രപടലത്തിൻ്റെ പിൻഭാഗത്തുള്ള ഈ കണ്ണിൻ്റെ ക്ലാരിറ്റി നിലനിർത്തുവാനുള്ള ചിലതരം സെൽസിൻ്റെ കൗണ്ട് ചെറുപ്പമായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പ്രായം കൂടുന്നതനുസരിച്ച് അത് കുറഞ്ഞു വരും. പക്ഷേ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇത് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര വയസ്സാണെങ്കിലും അതിനൊരു തടസ്സമില്ല. ഇപ്പോൾ നമ്മൾ പല ഗ്രേഡിലുള്ള ട്രാൻസ്പ്ലാന്റ്സ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്റ്റിക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നതാണ്. അതായത് കണ്ണിൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി രോഗമുള്ള ആളുടെ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട് അതാര്യമായിട്ട് അല്ലെങ്കിൽ ഒപ്പൈക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യുവാനായിട്ടുള്ള ട്രാൻസ്പ്ലാന്റിനാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ട്രാൻസ്പ്ലാന്റിന് ഏറ്റവും നല്ല ഗ്രേഡുള്ള കോർണിയ, ഗ്രേഡ് എ കോർണിയ എന്ന് പറയുന്നത് ഉപയോഗിക്കും. പക്ഷേ അതിലും ക്വാളിറ്റി കുറഞ്ഞ കോർണിയ ആണെങ്കിൽ പോലും നമുക്ക് പലവിധ വേറെ രോഗങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ കണ്ണിലെ അൾസർ, അതായത് ഇൻഫെക്ഷൻ വന്നിട്ട് അൾസറായിട്ട് കൃഷ്ണമണി എപ്പം വേണേൽ ഉടഞ്ഞു പോകാവുന്ന ഒരവസ്ഥ, അതായത് ഇംപെൻഡിങ് പെർഫറേഷൻ എന്ന് പറയും. ആ രീതിയിലുള്ള സ്റ്റേജസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗ്രേഡ് ബി കോർണിയ ആണെങ്കിൽ പോലും ഉപയോഗിക്കാം. കാരണം അന്നേരത്തെ നമ്മുടെ പ്രാധാന്യം ആ കണ്ണ് ഉടഞ്ഞു പോകാതെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള കോർണിയൽ ട്രാൻസ്പ്ലാന്റ്സിന് നമുക്ക് ലോവർ ഗ്രേഡ് കോർണിയയും തീർച്ചയായിട്ടും ഉപയോഗിക്കുവാൻ സാധിക്കും. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബെന്നിച്ചേട്ടൻ ഏതൊക്കെ ഐ ബാങ്കുകൾക്കാണ് വിവരം നൽകാറുള്ളത്? തൃശ്ശൂർ ജൂബിലി മിഷൻ ഐ ബാങ്ക്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഐ ബാങ്ക്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഐ ബാങ്ക് എന്നിവിടങ്ങളിലേക്കാണ് കണ്ണുകൾ നൽകുന്നത്. മരണശേഷം കണ്ണുകൾ ദാനം ചെയ്യുന്നതിന് ജീവിച്ചിരുന്നപ്പോൾ സമ്മതപത്രം ഒപ്പിട്ടിരിക്കണം എന്ന് നിർബന്ധമില്ല. മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് സമ്മതമാണെങ്കിൽ കണ്ണുകൾ ദാനം ചെയ്യാവുന്നതാണ്. കണ്ണച്ചാണവ് നേത്രദാന സമിതി ഈ കണ്ണുകൾ ദാനം ചെയ്തത് ഏറെയും ഇതുപോലെയാണ്. അതുപോലെ തന്നെ പേപ്പട്ടി വിഷബാധ, എയ്ഡ്സ്, കണ്ണിനെ ബാധിക്കുന്ന ചില തരം വൈറസ് രോഗങ്ങൾ, തലയെ ബാധിക്കുന്ന ക്യാൻസർ എന്നിവ ഒഴിച്ചുള്ളവരുടെ കണ്ണുകൾ ദാനം ചെയ്യാവുന്നതാണ്. കണ്ണട വെച്ചവർക്ക് കണ്ണുകൾ ദാനം ചെയ്യാം. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നടത്തിയവർക്കും കണ്ണുകൾ ദാനം ചെയ്യാം. 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവരുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. എങ്കിലും അത് കഴിഞ്ഞിട്ട് ഉള്ളവർക്കും കണ്ണുകൾ ദാനം ചെയ്യാം. കണ്ണിൻ്റെ സുതാര്യത നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് ഡോക്ടർമാർ പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ അന്ധരുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ആകെയുള്ള 3 കോടി അന്ധരിൽ 1,20,00,000 ജനങ്ങൾ ഭാരതത്തിലാണ് എന്നാണ് ഗവൺമെൻറ് സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 10 ലക്ഷം അന്ധർക്ക് കണ്ണുകൾ മാറ്റിവെച്ചാൽ, കണ്ണ് എന്ന് പറഞ്ഞാൽ നേത്രപടലം അഥവാ കോർണിയ മാറ്റിവെച്ചാൽ കാഴ്ച ലഭിക്കും. ഇന്ത്യയിൽ ഒരു വർഷം 1 ലക്ഷത്തോളം കണ്ണുകൾ ആവശ്യമായി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു വർഷം ശേഖരിക്കപ്പെടുന്നതാകട്ടെ 30,000-ഓളം കണ്ണുകൾ മാത്രമാണ്. കേരളത്തിൽ ഒരു വർഷം 400-നും 500-നും ഇടയ്ക്ക് കണ്ണുകളാണ് ആകെ ശേഖരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നേത്രദാനത്തെക്കുറിച്ച് കൃത്യമായ അവബോധം നമുക്ക് ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. മനുഷ്യസ്നേഹികളായ എല്ലാവരും നേത്രദാനത്തിൻ്റെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുവാൻ മുന്നോട്ട് വരണം. സാമൂഹ്യ സേവനത്തിനായിട്ട് സമയം മാറ്റിവെക്കുമ്പോൾ ബെന്നിച്ചേട്ടൻ്റെതായിട്ടുള്ള ആത്മീയ കാര്യങ്ങളും കുടുംബജീവിതമൊക്കെ ഒരുപോലെ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കാറുണ്ടോ? ഒരുവിധമൊക്കെ എല്ലാതും ഒന്നിച്ച് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ സമീപത്ത് തന്നെയുള്ള വടക്കേ കാരമുക്ക് സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ എന്നും ദിവ്യബലിക്ക് പോകും. അതൊരു ശക്തിയാണ്. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ കട തുറക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ അതിനോടുള്ള കാര്യങ്ങളൊക്കെ, അലങ്കാര പണികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി നടത്താറുണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കൈയടക്കാൻ ബെന്നിച്ചേട്ടന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആത്മീയതയിൽ നിറഞ്ഞ ഒരു കുടുംബജീവിതം ദൈവം ബെന്നിച്ചേട്ടന് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി. നേത്രദാനം എന്ന ഈ മഹാത്യാഗത്തെക്കുറിച്ച് ഇത് ശ്രവിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ധാരണ ഇതിൽ കൂടി ലഭിച്ചു കാണും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ഒരു മഹാസംരംഭത്തിലൂടെ കൂടുതൽ ആളുകൾ നേത്രദാനം ചെയ്യുവാനും ഇതിനെക്കുറിച്ചുള്ള അറിവ് മറ്റു അനേകരിലേക്കും പടരുവാനും അതുവഴി ഇതൊരു മഹാസംരംഭമായും ഒരു മഹാത്യാഗമായും ലോകം മുഴുവൻ പ്രകാശം പ്രസരിപ്പിക്കുന്ന, ലോകം മുഴുവൻ കാഴ്ച പ്രസരിപ്പിക്കുന്ന ഒരു വൻ സംരംഭമായിട്ട് തീരട്ടെ
എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഭാര്യയും 2 പെൺകുട്ടികളും അച്ഛനും അടങ്ങുന്നതാണ് ബെന്നിയുടെ കുടുംബം. തയ്യൽക്കടയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ഇല്ലായ്മയിലും സന്തോഷത്തോടും ഭക്തിയോടും കൂടി ജീവിക്കുവാൻ ഈ കുടുംബം എന്നും ശ്രമിക്കുന്നു. പണമില്ലാത്തതിനാൽ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണം പോലും ഒരാളെയും ക്ഷണിക്കാതെ ഒറ്റയ്ക്ക് നടത്തേണ്ടി വന്നു എന്നതാണ് അച്ഛനായ ബെന്നിയുടെ ഏറ്റവും വലിയ സങ്കടം. ഏത് ഇല്ലായ്മയിലും മറ്റൊരാളുടെ ജീവിതം കൂടി പ്രകാശിതമാക്കുവാൻ ബെന്നി സദാ ശ്രമിക്കുന്നു. മരണശേഷം വെറുതെ അഴുകിപ്പോകുന്ന നമ്മുടെ അവയവങ്ങൾ ഒരു ജീവൻ നിലനിർത്താൻ ഉപകാരപ്പെടുമെങ്കിൽ അത് തന്നെയാണ് യേശു പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ കണ്ട PJ ബെന്നി ഒരു ഉദാഹരണം മാത്രമാണ്. എത്രയോ ആളുകൾ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവസന്നിധിയിൽ ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്, തീർച്ച. ഈ ലോകം പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതമാകട്ടെ. പ്രകാശം പരക്കട്ടെ.